നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം സർ. നമസ്കാരം. നമ്മുടെ ഭാരതം വലിയൊരു സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് വലിയൊരു രൂപയുടെ മൂല്യം വലിയൊരു ക്രൈസിസിലേക്ക് പോകുന്നു, കുത്തനെ പോകുന്നു, ഡോളർ 100 എത്തുന്നു എന്നാണ്. ഒരു ഡോളറിന്റെ വില 100 രൂപയാകും, 100 രൂപയിലേക്ക് എത്തുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് ശരിക്കും നമ്മുടെ സാമ്പത്തിക രംഗം, നമ്മുടെ മൊത്തത്തിലുള്ള പണപ്പെരുപ്പം കൂടും, നമ്മുടെ വരുമാനം കുത്തനെ കുറയും എന്നൊക്കെയാണ് കണക്കുകൂട്ടൽ. പക്ഷെ മൻമോഹൻ സിംഗ് പണ്ടൊരു അദ്ദേഹത്തിൻ്റെ കാലത്ത് ബില്യൺ കണക്കിന് ഡോളറിൻ്റെ ഒരു ഓയിൽ ഗ്യാരണ്ടി എടുത്തു വെച്ചിരുന്നു, ലോൺ. അതിപ്പോഴാണ് നരേന്ദ്രമോദി സർക്കാർ അടച്ചു തീർത്തത്. അതുപോലെ തന്നെ 3.5 ലക്ഷം കോടിയോ അങ്ങനെ എന്തോ ആയിരുന്നു കണക്ക്, ഞാൻ കൃത്യമായ തുക ഓർക്കുന്നില്ല. 2024 നോൺ ടാക്സ് റെസീപ്റ്റിൽ നികുതി ഇതര വരുമാനമായിട്ട് കേന്ദ്ര സർക്കാരിന് റിസർവ് ബാങ്ക് കൊടുത്തത് 2.11 ലക്ഷം കോടിയാണ്. അത് 25 ആയപ്പോഴേക്കും 2.69 ലക്ഷം കോടിയാക്കി. ഇപ്പോൾ അത് 3 ലക്ഷം കോടി കടക്കുമെന്നാണ് അനൗദ്യോഗിക കണക്ക്. റിസർവ് ബാങ്കിന് മാത്രം കിട്ടുന്ന ലാഭവിഹിതത്തിന്റെ ഡിവിഡന്റ് ആണ്, നികുതിയല്ല. നികുതിയാണ് നോൺ റെസിപ്റ്റ്, നികുതിയാണ് എല്ലാ സംസ്ഥാനങ്ങളും, നോൺ ടാക്സ് റെസിപ്റ്റ് നികുതിയാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇങ്ങനെ GST ഷെയർ അനുസരിച്ചിട്ട് വിധിച്ചു കൊടുക്കുന്നത്. കാരണം കേരളത്തിന് 1% കിട്ടും. അല്ല, നമ്മുടെ വിഷയം ഇപ്പം ഡോളറാണ്. രൂപ കൂപ്പ് കുത്തുമോ, ഇടിഞ്ഞു താഴുമോ? രൂപ കൂപ്പ് കുത്തുമെന്നല്ല, രൂപയെ കൂപ്പ് കുത്തിക്കാനായിട്ട് ഡോളർ ഇറങ്ങി എന്ന് പറയുമ്പോഴത്തേക്കും വീണ്ടും ട്രംപ് ഇറങ്ങി. കാരണം ഇറാൻ യുദ്ധം തണുത്തു, ട്രംപ് അവിടെ നിന്ന് പിൻവാങ്ങി, ഹോർമുസ് കടലിടുക്ക് ഇറാൻ നിയന്ത്രണത്തിലാക്കി. അവർ കപ്പലുകളൊക്കെ ടോൾ വാങ്ങി വിട്ടു തുടങ്ങി. ട്രംപ് മറ്റേ മാക്കാൻ്റെ ഐസും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ സത്യത്തിൽ രാജേഷ് ജി വിഷയം അതാണ്. അതെ. എന്നിട്ട് നമ്മൾ നേരത്തേക്ക് രാഹുൽ ഗാന്ധിക്ക് ഇതിലെന്താണ് ബന്ധം? അതിലും ബന്ധമുണ്ട്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മുടെ പാറ്റ അല്ലേ, പാറ്റ പാർട്ടിയിൽ എന്താണ് രാഹുൽ ഗാന്ധിയുടെ താല്പര്യം, എന്താണ് അതിലെ ഇൻവെസ്റ്റ്മെന്റ്. അതേപോലെ തന്നെയാണ് ഈ നമ്മുടെ ഡോളറിന്റെ വില കൂടുന്നതിലും ഇതേ രാഹുൽ ഗാന്ധി അടക്കമുള്ള അദ്ദേഹത്തിന്റെ കിങ്കരന്മാരുണ്ട്, ജോർജ് സോറസ് അടക്കം. അറിയാം, ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് അമേരിക്കയിൽ ഏത് പ്രസിഡന്റ് വന്നാലുമല്ല, ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വരുമ്പോഴൊക്കെ ഈ ഡീപ് സ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ട്രംപിന്റെ ഗുണ്ടകളാണ്. പക്ഷെ ട്രംപിന്റെ ടൈ കിട്ടിയ ഗുണ്ടയാണ് ഈ ജോർജ് സോറസ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ബ്ലൂംബർഗ് അടക്കമുള്ള അംബാനി ഗ്രൂപ്പിനെതിരെയൊക്കെ ബ്ലൂംബർഗ് അടക്കമുള്ളവരുടെ റിപ്പോർട്ടൊക്കെ അവസാനം അത് കീറി ദൂരെ കളഞ്ഞു. അമേരിക്ക തന്നെ ക്യാൻസൽ ചെയ്തു, ചെയ്യേണ്ടി വന്നു ട്രംപിന്. അപ്പോൾ ഇവർ ഈ കാശിറക്കി കോടതി വ്യവഹാരത്തിന് വരെ, അതെ, ട്രംപ് കാശ് കൊടുത്ത് സോറസിന് വെച്ചിരിക്കുന്നു. സോറസ് ഈ പല രാജ്യങ്ങളിലെയും സർക്കാരുകളെ അസ്ഥിരപ്പെടുത്താനുള്ളൊരു ശ്രമം. ഇവിടെ ഇതൊന്നും പക്ഷെ ഇന്ത്യയുടെ അടുത്ത് വിജയിക്കും അല്ല. ഒരു ട്രംപിനൊരു പ്ലാനുണ്ട്, പ്ലാൻ 37. അതിനിപ്പോൾ അറിയുന്നത് ഇത് സോറസിന് ഒരു 12 മാസം സമയം കൊടുത്തിരിക്കുന്നു. അതാണ് നരേന്ദ്രമോദിയെ അതെ ആര് താഴെ ഇറക്കുന്നോ അയാൾക്കാണ് കമ്മീഷൻ ആദ്യം. അതാണ് ഈ പാറ്റ ജെൻസി പാറ്റ വിഷയം ഇവിടെ പെട്ടെന്ന് കുത്തിപ്പോകാൻ കാരണം അത് തന്നെയാണ്. അത് ഒരു 37 MP വാങ്ങി, BJPയുടെ 37 MP വാങ്ങി പെട്ടെന്ന് മറിച്ച് ഇപ്പുറം ഇന്ത്യ മുന്നണിയിലേക്ക് കൊണ്ടുവരുമ്പോഴേക്കും മോദി താഴെ വീഴും. പിന്നെ എളുപ്പമായി. അപ്പോൾ ഇത് രൂപയുടെ മൂല്യം, ഡോളറിന്റെ ഇത് കുറയ്ക്കും, രൂപയുടെ മൂല്യം കയറും. അങ്ങനെ വലിയ നാടകങ്ങൾ നടക്കാൻ ഒരു പ്ലാനിങ് ആണ്. നടക്കാത്ത സ്വപ്നങ്ങൾ എന്നേ അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ രാജേഷ് ജി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഹോർമൂസ് കടലിടുക്ക് കയ്യിൽ വെച്ചുകൊണ്ട് ചുങ്കപ്പിരിവ് നടത്താനുള്ള നീക്കം. അത് ഇപ്പം നടന്നിട്ടില്ലല്ലോ. അതെന്തായാലും ഇന്ത്യ ഇറാനുമായിട്ട് ചർച്ച ചെയ്ത് ഇന്ത്യൻ കപ്പലുകളെ ആരും ആക്രമിക്കാത്തൊരു സാഹചര്യം ഒരുക്കി ഇന്ത്യ സുഖമായിട്ട് എണ്ണ കൊണ്ടുവരും. അത് പൊളിഞ്ഞുപോയി. ഇനിയിപ്പോൾ അഥവാ അവിടെ നടന്നില്ലെന്നിരിക്കട്ടെ, നമ്മൾ റഷ്യയുടെ നിന്ന് എണ്ണ വാങ്ങും. UAE ഇപ്പോൾ എത്ര 80 മില്യൺ ആണ് ഇവിടെ, 80 മില്യൺ ടൺ ആണ് ഇവിടെ സംഭരിക്കാൻ. സൗദിയുടെ അറാംകോ ഇതേപോലെ നമ്മുടെ ആന്ധ്രയിൽ വിശാഖപട്ടണത്തൊക്കെ ഒരു പ്രത്യേക സംഭരണ കേന്ദ്രം തുടങ്ങി. അവിടെ ഈ ക്രൂഡ് ഓയിൽ ശുദ്ധീകരിക്കുന്ന പ്ലാന്റ് തുടങ്ങാനായിട്ടുള്ളൊരു 1000-2000 കൂടി എന്തോ പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയൊക്കെ അവസാനം അത് എന്തോ ചില കാരണങ്ങളാൽ അമേരിക്കയുടെ ഇടപെടൽ അതിനകത്തൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് അതല്ല, നമ്മളത് എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഈ അമേരിക്ക നമ്മുടെ ഒരു നല്ല സുഹൃത്തല്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതാണ്. തരം കിട്ടുമ്പോൾ നമ്മളെ കുത്തും, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ തോളി കൈയിടും. ഇവിടെ ഇപ്പോൾ ഈ ഡോളറിനെതിരെ രൂപ കൂപ്പുകുത്തി എന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം? നമ്മൾ ഇന്ന് ഡോളർ കൊടുത്ത് നമ്മൾ എത്ര സാധനം വാങ്ങുന്നുണ്ട്? ആലോചിച്ച് നോക്കും. ഇന്ത്യ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നത്, ഇറക്കുമതി ചെയ്യുന്നത് ഏതാ?
ക്രൂഡ് ഓയിലാണ് എണ്ണയാണ്. അല്ലേ? അതെ, അതെ. ആ ക്രൂഡ് ഓയിൽ നമ്മളിപ്പോൾ UAE-യുടെ നിന്ന് വാങ്ങുന്നത് ഇന്ത്യൻ രൂപ കൊടുത്താൽ, ഇറാൻ്റെ നിന്ന് വാങ്ങുന്നത് ഇന്ത്യൻ രൂപ കൊടുത്താൽ, റഷ്യയുടെ നിന്ന് വാങ്ങുന്നത് ഇന്ത്യൻ രൂപ കൊടുത്താൽ, നമ്മൾ അമേരിക്കയുടെ നിന്ന് മാത്രമാണ് ഡോളർ കൊടുത്ത് വാങ്ങുന്നത്. അതെ. അല്ലേ? നമുക്ക് ആവശ്യമുള്ളതിൻ്റെ ഏതാണ്ട് ഒരു 30%, 30+ അത്രയേ നമ്മൾ വാങ്ങുന്നുള്ളൂ. പണ്ട് ഇത് എന്താ വിഷയം എന്ന് വെച്ചാൽ അത് ആവശ്യമില്ലായിരുന്നു, പക്ഷെ അവർക്ക് നിർബന്ധം ഞങ്ങളിൽ നിന്ന് കൂടി വാങ്ങണം. അല്ല, അത് നമുക്ക് എല്ലാവരുമായിട്ടും നമ്മളൊരു നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുന്നതിൻ്റെ ഭാഗമാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യും. ഇപ്പം നമ്മുടെ നാട്ടിൽ ഉള്ള ചില സാധനങ്ങൾ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ മറ്റു ചില രാജ്യങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇറക്കുമതി ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യ ബംഗ്ലാദേശിൽ നിന്ന് തുണിത്തരങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? അത് അവരെ സഹായിക്കാനാണ്. ആ പട്ടിണി പാവങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കൊടിയ ദാരിദ്ര്യം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിന് ഒരു കൈത്താങ്ങ്. അത് ഈ ദയാവായ്പ ഇത്തിരി കൂടിപ്പോയി. നൈബർഹുഡ് ഫസ്റ്റ് എന്നാണ് ഇന്ത്യയുടെ പോളിസി. അത് മാറി. അയൽ രാജ്യങ്ങൾക്ക് ആദ്യത്തെ പ്രാധാന്യം. പിന്നെ ഇന്ത്യ ഈ വാജ്പേയിയുടെ ഒക്കെ കാലത്തെ, നരസിംഹറാവുവിന്റെ കാലത്തെ ഒക്കെ ഇങ്ങനത്തെ ഒരു നയമുണ്ട് നമുക്ക്. അയ്യോ അവർ പാവങ്ങളല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ഈ സഹായമായിട്ട് അങ്ങോട്ട് നമുക്ക് ദീനാനുകമ്പ വളരെ കൂടുതലാണ്. ഇവിടെ ഒരു ദീനാനുകമ്പയും ആരോടും കാണിക്കേണ്ടതില്ല. കാരണം ഇവരാരും ഒരു കാലത്തും നമ്മളെ പിന്നിൽ നിന്ന് കുത്തിയതല്ലാതെ നമുക്ക് യാതൊരു സഹായവും ചെയ്തിട്ടില്ല. ഈ പറയുന്നത് പോലെ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും ശ്രീലങ്കയും ഒക്കെ പോറ്റേണ്ട, നേപ്പാളിനെയൊക്കെ പോറ്റേണ്ട കാര്യം നമുക്കില്ല. ഈ നേപ്പാൾ അതിർത്തി വഴിയാണ് മയക്കുമരുന്ന് കണ്ടമാനം വരുന്നത്. ഇപ്പോൾ തീവ്രവാദികൾ നുഴഞ്ഞു കയറുന്നത് അതുവഴിയാണ്. അല്ല, ബംഗ്ലാദേശിൻ്റെ അതിർത്തി ഇതൊന്നും ഒട്ടും സുരക്ഷിതമല്ല. ഇതൊക്കെ വളരെ കുഴപ്പം പിടിച്ച ഒരു അവസ്ഥയിലാണ്. 25,000 കോടിയല്ലേ, 25,000 കോടി രൂപയുടെ സത്യത്തിൽ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് രാജ്യം തന്നെ ഇതിനെക്കുറിച്ച് തിരിച്ചറിയുന്നത്. അതുവരെ നമുക്കിതൊന്നും ഒരു വിഷയമേ അല്ലായിരുന്നു, നമ്മളാരും അറിയുന്നു പോലുമില്ല. അതാണ് ഈ വ്യാജ നോട്ടുകൾ ഇന്ത്യയിൽ വരാൻ കാര്യം, നമ്മുടെ സമ്പദ് വ്യവസ്ഥ തകരാൻ കാര്യം ഒക്കെ ഇരിക്കട്ടെ. നമ്മളതല്ല നമ്മുടെ വിഷയം. അപ്പോൾ നമ്മൾ പണ്ടും ഈ എണ്ണ വാങ്ങുന്നത് ഡോളർ കൊടുത്തിട്ടാണ്. ഇറാൻ നമുക്ക് ഇന്ത്യൻ രൂപയിൽ എണ്ണ വാങ്ങാൻ തരാൻ തയ്യാറായിരുന്നു. മൻമോഹൻ സിംഗിന് അത് വലിയ താല്പര്യമായിരുന്നു. പ്രാഥമിക ചർച്ചകളൊക്കെ നടത്തുകയും ചെയ്തു. പക്ഷെ അമേരിക്ക വരട്ടി മൻമോഹൻ സിംഗ്. കാരണം ഇവിടെ മൻമോഹൻ സിംഗിൻ്റെ പുറകിലിരുന്ന് ഈ പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തുന്ന ഒരാളുണ്ടല്ലോ, UPA ചെയർപേഴ്സൺ. ഈ സോണിയ ആണ് ആ UPA ചെയർപേഴ്സൺ. അവർ പറഞ്ഞു അത് വേണ്ട. നോക്കൂ, രാജ്യത്തിന് ഗുണമുണ്ടാകുന്ന ഒരു കാര്യം ചെയ്യാൻ അന്ന് സമ്മതിച്ചില്ല. മൻമോഹൻ സിംഗിൻ്റെ കുഴപ്പമല്ല, അദ്ദേഹത്തിന് വലിയ പ്ലാനിങ്ങുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ചെയ്യാൻ ഇവർ സമ്മതിച്ചില്ല. അതിൻ്റെ ഫലമായിട്ടാണ് ഈ കോൺഗ്രസ് ഭരണകാലത്ത് നമ്മൾ സാമ്പത്തികമായിട്ട് ഒരു പ്രതിസന്ധിയിലാവുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ഒക്കെ ചെയ്തത്. മൻമോഹൻ സിംഗ് വരുമ്പോൾ ഡോളർ 45 രൂപയായിരുന്നു. അദ്ദേഹം പോകുമ്പോൾ ഡോളർ 68 രൂപയായി. ഇപ്പോൾ അത് 100 രൂപയാകുന്നു. ഏതാണ്ട് 70 രൂപയ്ക്ക് അടുത്തുണ്ടായിരുന്നു. ഇപ്പം അല്ല, 90 കടന്നു, 92 ഒക്കെ ഉണ്ട് ഇപ്പോൾ. ഞാൻ പറയുന്നത് 100 ആകും, 100 ആകട്ടെന്നേ. നമ്മൾ ഈ ഡോളറിനെ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ അതിലൊരു കാര്യമുണ്ട്. നമ്മുടെ ഇപ്പം 2 തവണ നമ്മുടെ ഇന്ധന പെട്രോളും ഡീസലും വില കൂട്ടി, 3 രൂപ ചില്ലറ പൈസ. അമേരിക്കയും കൂട്ടി. അവിടെ ഏതാണ്ട് ഒരു $4 ഒരു ലിറ്റർ $4 വെച്ചാൽ ഇവിടത്തെ ഏതാണ്ട് 380 രൂപ വരെ പോകും. അപ്പം നിസ്സാര ഇതാണ്. 3 രൂപ എവിടെ, 3.5 രൂപ എവിടെ നടക്കുന്നു, $4 എവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതാണ്, പണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ഡോളർ കൊടുത്ത് എണ്ണ വാങ്ങാൻ പറ്റുള്ളൂ. ഡോളർ നമ്മൾ IMF-ൽ നിന്ന് വായ്പ എടുക്കും. IMF പറയുന്നതാണ് പലിശ. ഈ പലിശയ്ക്ക് നമ്മൾ കടമെടുത്ത് അത് കൊടുത്ത് എണ്ണ വരുത്തുന്നു. ഒരു മിനിമം ഉപയോഗമായിരുന്നു അല്ലേ, നമ്മൾ അതിനപ്പുറത്തേക്ക് നമ്മൾ പോയിട്ടില്ല. പക്ഷേ നരേന്ദ്രമോദി വന്ന് ഇതെല്ലാം മാറ്റിമറിച്ചു. മോദിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. മോദി പറഞ്ഞു പോയി പണി നോക്കാൻ പറഞ്ഞു. ഞാൻ റഷ്യയുടെ നിന്ന് വാങ്ങും, ഇറാൻ്റെ നിന്ന് വാങ്ങും, UAE-യുടെ നിന്ന് വാങ്ങും, ആരിൽ നിന്നും വാങ്ങും. എനിക്ക് ഏറ്റവും വില കുറച്ച് ആര് തരുന്നു അവരിൽ നിന്ന് വാങ്ങും. മോദി നല്ലൊരു കച്ചവടക്കാരനും കൂടിയാണ്. ഈ വാങ്ങുന്ന എണ്ണ നമ്മളൊക്കെ കരുതും മോദി ഇങ്ങനെ എല്ലാ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കൂട്ടുന്നു, പിന്നീട് ഇതാ സൗദിയിൽ നിന്ന് വാങ്ങിക്കുന്നു, ഇതാ UAE ഇവിടെ കൊണ്ട് എണ്ണ പമ്പ് ചെയ്യാൻ പോകുന്നു. ഈ അസംസ്കൃത എണ്ണ വാങ്ങി ഇന്ത്യയിൽ ശുദ്ധീകരിച്ച് സംസ്കരിച്ച് പെട്രോളിയം പ്രോഡക്ട്സ് ആക്കി അത് വിൽക്കുകയാണ് ചെയ്യുന്നത് ചെറിയ രാജ്യങ്ങൾക്ക്. അതിലൂടെ കിട്ടുന്ന വരുമാനം എത്ര വലുതാ. ടെക്നോളജി നമ്മുടെ ഇനി ഈ വിദേശ നാണ്യ ശേഖരം എന്ന് പറഞ്ഞ് ഡോളർ എത്രയാ നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്, നമ്മുടെ സ്വർണത്തിൻ്റെ കരുതൽ ശേഖരം എത്രയാ. ഇതൊന്നും ആലോചിക്കാതെയാണ് ഇവിടെ ആൾക്കാർ കിടന്ന് വിളിച്ചു പോകുന്നത്. അയ്യോ ഡോളറിൻ്റെ വില കൂടി. ഞാൻ വലിയ സാമ്പത്തിക വിദഗ്ധനൊന്നും അല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം. എന്തായാലും റിസർവ് ബാങ്കിനോട് നോട്ടടിച്ച് യഥേഷ്ടം വിതരണം ചെയ്യാൻ
വിതരണം ചെയ്യൂ എന്ന് പറയാനുള്ള മണ്ടത്തരം എനിക്കില്ല. ഈ സ്വർണം എത്ര നിക്ഷേപമുണ്ട്, നമ്മുടെ ഡോളർ നിക്ഷേപം എത്ര ഉണ്ടെന്ന് അറിയാനായിട്ട് ഈ രാഹുൽ ഗാന്ധി ഒരിക്കലെങ്കിലും അധികാരത്തിൽ ഇരിക്കണ്ടേ? ബന്ധപ്പെട്ട ഫയൽ വിളിച്ചു വരുത്തേണ്ട അധികാരം വേണ്ടേ? ഇപ്പോഴും ഞാൻ പറയുന്നത് ഇതൊക്കെ പബ്ലിക് ഡൊമൈനിലുള്ള കാര്യമല്ലേ, ഇന്നത്തെ കാര്യമേ നമുക്ക് അറിയാതെ ഉള്ളൂ. പക്ഷെ നമുക്ക് ഒരു മാസം മുമ്പുള്ള നമ്മുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം എത്രയാണ്, സ്വർണത്തിൻ്റെ കരുതൽ ശേഖരം എത്രയാണ്, എത്ര സ്വർണം നമ്മൾ വിദേശ ബാങ്കുകളിൽ വെച്ചിട്ടുണ്ട്, ഇന്ത്യക്ക് പുറത്ത് വെച്ചിട്ടുണ്ട്, അതിൽ നിന്ന് എത്ര ഇങ്ങോട്ട് കൊണ്ടുവന്നു, ഇതെല്ലാം അറിയാൻ ഇതൊക്കെ പബ്ലിക് ഡൊമൈനിൽ കിട്ടുന്ന വിവരങ്ങളാണ്. ഒരു പക്ഷേ ഈ മാസത്തെ അപ്ഡേഷൻസ് നമുക്ക് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് കിട്ടിയില്ലെന്ന് വരും, അന്വേഷിക്കേണ്ടി വരും. ഈ രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും അറിയാത്തതല്ലെന്നേ. ഇത് കൂടെ ഇരുന്ന് ഉപദേശിച്ചു കൊടുക്കുന്ന ആൾക്കാർ എങ്ങനെയും അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദിയെയും BJP സർക്കാരിനെയും താറടിച്ച് കാണിക്കാൻ, ഇല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു വലിയ ആഗോള ഗൂഢാലോചനയുടെ ഭാഗമാണ് രാഹുൽ ഗാന്ധി. മുമ്പ് രാഹുൽ നമ്മുടെ കോൺഗ്രസിലെ ഒരു ഗഞ്ചാ ടീം എന്ന് പറഞ്ഞില്ലേ, ആ ടീമിന്റെ കയ്യിലായിരുന്നു. പക്ഷെ ഇപ്പോഴതല്ല, ആ ടീം അതൊക്കെ പോയി. കോൺഗ്രസ്സുകാരൊന്നും അല്ല അദ്ദേഹത്തെ ഉപദേശിക്കുന്നത്. അദ്ദേഹത്തെ ഉപദേശിക്കുന്നത് ഇപ്പം ഈ പറഞ്ഞതുപോലെ സോറോസും ട്രംപും അല്ലെങ്കിൽ അങ്ങനത്തെ ഈ എന്താ പറയാ അവരുടെ NGOകളും അതുമായി ബന്ധപ്പെട്ട PR ഏജൻസികളും ഒക്കെയാണ്. ഇവിടെ ഇപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഡോളറിൻ്റെ വിഷയത്തിലോട്ട് വരാം. ഡോളർ 100 ആയിക്കോട്ടെ, തിരിച്ച് നമുക്കൊരു പണി അങ്ങോട്ട് വെക്കാൻ പറ്റും, എപ്പോൾ വേണമെങ്കിലും വെക്കാൻ പറ്റും. ഇപ്പം ഇതാ നടക്കാൻ പോവാണ് ബ്രിക്സ് ഉച്ചകോടി അല്ലേ, ഇന്ത്യയാണ് ആതിഥേയത്വം വഹിക്കുന്നത്. ഒരു ബ്രിക്സ് കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്ത അതാണ് വിഷയം. ഈ ഡോളറിൻ്റെ ഇഷ്യൂ ഉണ്ടാക്കുന്നതും ഈ ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ അമേരിക്ക ഓരോ ഗിമ്മിക്കുകൾ ഇറക്കുന്നതും ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ഇടപെടുന്നതും ഈ ഇപ്പോൾ പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടിയുണ്ട്, ഈ ക്യാമ്പയിനിങ്ങും എല്ലാം വരാൻ പോകുന്ന ബ്രിക്സ് ഉച്ചകോടിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ കളിക്കരുത്. ബ്രിക്സ് ഉച്ചകോടിയേക്കാളും അവർ ഭയക്കുന്നത് ഒരു ബ്രിക്സ് കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യുമോ. കാരണം ഇന്ത്യയും റഷ്യയും ചൈനയും കൂടെ വിചാരിച്ചാൽ മതി. ഏതാണ്ട് ഇപ്പോൾ 22 രാജ്യങ്ങളെന്തോ ഇതിനകത്ത് സഹകരിക്കുന്നുണ്ട്. 6 രാഷ്ട്രങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ബ്രസീലുണ്ട്, റഷ്യയുണ്ട്, ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, സൗത്ത് ആഫ്രിക്കയുണ്ട്. അതിൽ മറ്റ് പിന്നീട് വന്നു ചേർന്ന രാജ്യങ്ങളുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്നൊരു ബ്രിക്സ് കറൻസി, UAE എന്തായി ഇന്ത്യൻ കറൻസിയിൽ കച്ചവടം ചെയ്യുന്നുണ്ട്, ഇറാൻ ഇന്ത്യൻ കറൻസിയിൽ കച്ചവടം ചെയ്യുന്നുണ്ട്, ഫ്രാൻസ് ഈഫൽ ടവർ കാണാനായിട്ട് നമ്മൾ ചെന്നിട്ട് നമ്മുടെ ഗൂഗിൾ പേ ചെയ്താൽ നമുക്ക് അവിടെ കയറി കാണാം. അവർ പറയുന്ന ഫീസ് ഇന്ത്യൻ റുപ്പിയിലുള്ളത് നമുക്ക് കൊടുക്കണമെന്നേ ഉള്ളൂ, നമ്മുടെ അക്കൗണ്ടിൽ നിന്നും പോകുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഇങ്ങനെയെല്ലാം ഉള്ളൊരു സാഹചര്യത്തിൽ ഒരു ബ്രിക്സ് കറൻസി വന്നാൽ ഡോളർ തകർന്നു, ഡോളറിൻ്റെ കുത്തക തകർന്നു. പിന്നെ അമേരിക്ക ഇപ്പം തന്നെ ഈ 30 ട്രില്യൺ GDP ഉണ്ട് എന്നൊക്കെ പറയുന്ന അമേരിക്കയിലെ ലോകത്തിലെ ഏറ്റവും കടമുള്ള രാഷ്ട്രം, ഏറ്റവും ഋണം ഏറ്റവും കൂടുതലുള്ളത് അമേരിക്കയ്ക്കാണ്. ഈ ഇന്ത്യയുടെയൊക്കെ വെച്ച് നോക്കുമ്പോൾ അമേരിക്ക എത്രയോ മുകളിലാണ്, നമ്മളെത്രയോ ചെറുതാണ്. യുദ്ധം തകർത്തു എന്നൊക്കെ ട്രംപ് അവിടെ പറയുന്നുണ്ട്. വിലക്കയറ്റം ഉണ്ടാകും, കുറച്ചു കാലത്തേക്ക് എല്ലാത്തിനും വിലക്കയറ്റം ഉണ്ടാകും, ഒന്ന് സഹകരിക്കണം. വിലക്കയറ്റത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ടേക്ക് നമ്മൾ ഇവിടെ വരും. മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് നാണയപ്പെരുപ്പവും വിലക്കയറ്റവും തമ്മിലുള്ള ആ ഒരു റേഷ്യോ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ഈ വിലക്കയറ്റം എത്ര മുകളിലാണ് നിന്നത്, ഇന്ന് മോദി അത് എത്ര താഴേക്ക് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇതൊന്നും നമ്മൾ പറയുന്ന കണക്കല്ല. യുദ്ധം വന്നിട്ട് നമ്മുടെ പണപ്പെരുപ്പം 3%. അതാണ് നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ 3 രൂപയെ പെട്രോളിന് കൂട്ടിയുള്ളൂ എന്ന്. ഈ യുദ്ധസമാനമായ സാഹചര്യത്തിലും സംഘർഷത്തിൻ്റെ മധ്യത്തിലും നമുക്ക് 3 രൂപ കൂട്ടിയാൽ മതി പെട്രോളിന്. അതായത് നമ്മുടെ 3% 5 വരെ പോകാം. അത് കഴിഞ്ഞാൽ പ്രതിസന്ധിയാണ്. പക്ഷെ നമ്മൾ 5ലേക്ക് പോകാൻ സമ്മതിച്ചിട്ടില്ല. അതിന് കാരണം നേരത്തെ പറഞ്ഞതുപോലെയാണ്. നമ്മൾ ഈ നരേന്ദ്രമോദി ഇടയ്ക്കിടയ്ക്ക് പറയില്ലേ സ്വദേശി, ഈ ഇങ്ങർക്ക് എന്താ വട്ടുണ്ടോ ഇടയ്ക്കിടയ്ക്ക് സ്വദേശി അല്ലെന്നേ, അതൊരു തന്ത്രമാണ്. മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ. ഇതെല്ലാം ഇവരെന്താ പറയണമെന്ന് വെച്ചാൽ നമ്മൾ പരമാവധി ഇന്ത്യയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ ഉപയോഗിക്കൂ, ഇന്ത്യയിൽ ഉണ്ടാക്കിയ സാധനങ്ങൾ നമ്മൾ ചെലവഴിക്കൂ, വിൽക്കൂ. ഇത് ഒരു തന്ത്രമാണ്. നിസ്സാരം. റഫാൽ ജെറ്റിനുള്ള ഇപ്പോഴത്തെ ഓർഡർ പ്ലേസ് ചെയ്തപ്പോൾ അതിൽ നമ്മുടെ പ്രതിരോധ മന്ത്രാലയം ആവശ്യപ്പെട്ടത് 82% തദ്ദേശീയമായ ഘടകങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. അവര് റഫാലോട് മാത്രമല്ല, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഉപയോഗിച്ച് വേണം. അതായത് ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം റഫേലിന്റെ അടക്കം പറഞ്ഞുകൊണ്ടാണ് സുഖോയുടെ ഒക്കെ ചർച്ച നടന്നല്ലോ, റഷ്യൻ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനത്തെക്കുറിച്ച്.
അവിടെ എല്ലാം ഇപ്പോൾ ടെക്നോളജി വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. പക്ഷെ അതിനപ്പുറത്തേക്ക് നമ്മളൊരു കാര്യം പറഞ്ഞു, നിങ്ങളിതെല്ലാം എൻജിൻ ഒഴിച്ച് ബാക്കി എല്ലാം ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കണം. അതെ, എല്ലാം ഇന്ത്യയിൽ നിർമ്മിക്കണം. ഇതിൻ്റെ ചെയ്സ്, ഇതിൻ്റെ മെറ്റാലിക് പാർട്സ്, ഇതിൻ്റെ മറ്റ് സാധനങ്ങളൊക്കെ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കണം. അതുകൊണ്ട് ഇന്ത്യയിലുണ്ടാകുന്ന തൊഴിലവസരങ്ങൾ എഞ്ചിൻ്റെ കാര്യത്തിൽ ഓക്കെ നമുക്ക് കടുംപിടുത്തം എഞ്ചിനും ഇപ്പോൾ എഞ്ചിനും അമേരിക്കയുടെ GE അടക്കമുള്ളവർ അത് അമേരിക്കയിൽ ഉണ്ടാക്കുമ്പോൾ എത്രയാണോ ചെലവ് വരുന്നത് അതിന്റെ 1/4 ഇന്ത്യയിൽ വരുന്നുള്ളൂ. ഇന്ത്യയിൽ പ്രത്യേക എഞ്ചിൻ ഇന്ത്യയുടെയും ചൈനയുടെയും ഒരു അഡ്വാൻറ്റേജ് അതാണ്. കാരണം ഒന്ന് ചീപ്പ് ലേബർ ആണ്, 2 കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കുറവാണ്. അമേരിക്കയെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഞാൻ പറയുന്നത് ഇന്ത്യയും ചൈനയും മികച്ച ഒരു ഇതാണെന്നല്ല. ഐഫോൺ ചൈനയേക്കാൾ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഇന്ത്യയിലാണ്. അതുകൊണ്ട് എന്താ ഐഫോൺ വില കുറച്ചുകൊണ്ട് കാരണം ഇന്ത്യയിൽ നിർമ്മിക്കുന്നത് കൊണ്ടാണ്. അതാണ് സത്യം അതിന്റെ. അപ്പോൾ നമ്മൾ എക്സ്പോർട്ട് കൂടുകയും ഇമ്പോർട്ട് കുറയുകയും ചെയ്താൽ മാത്രമേ നമ്മളെ സംബന്ധിച്ച്, ഞാൻ പറയുന്ന ഇപ്പം നമുക്ക് നമ്മുടെ കാര്യമാണ് വലുത്. നമ്മൾ അപ്പുറത്ത് പാകിസ്ഥാൻ പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ശരി, ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് സഹായിക്കാം. പക്ഷെ നമുക്ക് കരുത്തുണ്ടെങ്കിലേ നമുക്ക് അവരെ സഹായിക്കരുത് എന്നാണ് പറയുന്നത്. അല്ലല്ല, നമ്മുടെ നാശം തീർച്ചയായിട്ടും അല്ല. അവരൊന്നും സഹായം അർഹിക്കുന്നവരല്ല. ഈ പാകിസ്ഥാനെയും ബംഗ്ലാദേശിനെയും ഒന്നും തിരിഞ്ഞു നോക്കാൻ പാടില്ല. എന്നാലും നമ്മുടെ ഒരു പാരമ്പര്യം അതല്ല. നമ്മൾ ഈ പട്ടിണി കിടക്കുന്നവനെയും ദുഃഖിക്കുന്നവനെയും ഒന്നും നമ്മൾ അവൻ്റെ കണ്ണീര് ഒപ്പാനല്ലാതെ അവനെ കുത്തി നോവിക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല. അത് നമ്മുടെ പാരമ്പര്യം. തീർച്ചയായിട്ടും അവിടെ നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും എത്ര ശത്രുതയുണ്ടെങ്കിലും നമ്മൾ അവസാനം ചെന്ന് കൈ നീട്ടും. ഇത് വെച്ചോ നീ എന്ന് പറഞ്ഞ് എന്തെങ്കിലും കൊടുക്കും. കൈയോടെ കൊണ്ടുവന്ന സ്വഭാവം ഇപ്പൊ കാണിക്കുന്നു. അതും നമ്മൾ കൊടുക്കുന്ന ഭിക്ഷ വാങ്ങിയിട്ട് തിരിഞ്ഞ് നമ്മളെ കുത്തും. അതാണ് കാലങ്ങളായിട്ട് നടക്കുന്നത്. അത് ഇനിയും നടന്നുകൊണ്ടിരിക്കും. ഇരിക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ നാണയപ്പെരുപ്പത്തിൻ്റെ കാര്യത്തിൽ നമ്മളിപ്പോഴും ഈ 3% പിടിച്ചു നിർത്താൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചു. ഞാൻ പറഞ്ഞത് അത് നരേന്ദ്രമോദിയുടെ മാത്രം മിടുക്കല്ല. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ ഒന്നടങ്കം പരിശ്രമിക്കുന്നതിൻ്റെ ഫലമാണത്. നമ്മൾ ഈ പറഞ്ഞ സ്വദേശീയവൽക്കരണത്തിലൂടെ നമ്മൾ വിദേശത്ത്, ഇപ്പം മോദി പറഞ്ഞില്ലേ, വിവാഹം വിദേശത്ത് വെച്ച് നടത്തുന്നത് കുറയ്ക്കൂ. അത് ഇന്ത്യയിലെ വലിയ പണക്കാരെല്ലാം പാരീസിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് കല്യാണം ആഘോഷിക്കുന്നു, ഹണിമൂൺ ആഘോഷിക്കുന്നു. പല വിവാഹ വാർഷികം ആഘോഷിക്കുന്നത് ഗൾഫിൽ ദുബായിലൊക്കെ പോയിട്ട് ആഘോഷിക്കുന്ന എത്ര മലയാളികളുണ്ട് അങ്ങനത്തെ, നമുക്കറിയാമല്ലോ അല്ലേ? അപ്പോൾ ഇതെല്ലാം പരമാവധി കുറച്ച് കൊണ്ടുവന്ന് അതെല്ലാം നമ്മൾ ഇന്ത്യയിൽ തന്നെ ആക്കുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന നമുക്ക് കിട്ടുന്ന ലാഭം, ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ലാഭിക്കുന്ന, നമ്മൾ നേടുന്ന ആ ലാഭം, ഇതെല്ലാം കൂടി വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ നമുക്ക് നമ്മുടെ രാജ്യം ഒറ്റക്കെട്ടായിട്ട് പോകുന്നത് കൊണ്ടാണ് നമുക്ക് ഇതിനാണ് മനസ്സിലൊരു ഹിന്ദുത്വ നിലപാട്, അതായത് ഒരു വർഗീയ നിലപാടല്ല, ഒരു ഹിന്ദുത്വ നിലപാട്, ഒരു സാംസ്കാരിക ദേശീയത. അതായത് ഇപ്പോൾ ഒരു കുടുംബം അവരുടെ വിവാഹ വാർഷികമാഘോഷിക്കാൻ പാരീസിൽ പോകുന്നു. അവിടെ ഏതാനും ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ട് തിരികെ അവർ മടങ്ങി വരുന്നു. ഈ പണം കിട്ടുന്ന അവിടെയാണ്. നമുക്ക് 1 രൂപ പോലും ഇവിടെ ചിലവാക്കി അങ്ങനെ ഒരു മൈൻഡ് ഞങ്ങൾ അവർക്ക് കൊടുക്കില്ല. ഭാരതത്തിനുള്ളിലെ എൻ്റെ പണം, എൻ്റെ രൂപ എൻ്റെ രാജ്യത്തിനുള്ളിൽ എൻ്റെ അധ്വാനത്തിന്റെ ഫലം ഞാൻ എൻ്റെ രാജ്യത്തിനുള്ളിൽ ചെലവഴിക്കും. അതൊരു നല്ല തീരുമാനം. ഞാൻ പറഞ്ഞ അങ്ങനെ എല്ലാം വരുമ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടാൻ കഴിയുന്നത്. ഞാൻ ഇതുകൊണ്ടൊന്നും ഈ മോദി സർക്കാർ രക്ഷപ്പെടുമെന്നും അല്ലെങ്കിൽ മോദി സർക്കാർ തേനും പാലും അങ്ങനൊന്നും അല്ല. ഒരു നല്ല ഉദാഹരണമുണ്ട്. വർഷങ്ങളായിട്ട് നമ്മളെ കേരളം വളർന്നത് ഈ ഗൾഫ് പണം കൊണ്ടാണ് അല്ലേ? നമ്മുടെ മലയാളികൾ അവിടെ പോയി മണലിൽ കിടന്ന് വേർപ്പൊഴുക്കി, അവിടെ ഈ കൊടും ചൂടിൽ ക്യാമ്പുകളിൽ കിടന്ന് അവിടെ നേരെ കുബൂസും അല്ലെങ്കിൽ കുബൂസും ഒക്കെ കഴിച്ച് മറ്റേ മുണ്ട് മുറുക്കി എടുത്തിട്ട് ആ പണം അവർ അയക്കുന്നതും കൊണ്ടുവരുന്നതും ചെലവാക്കുന്നതും കേരളത്തിലാണ്. അല്ല, മറ്റേത് സംസ്ഥാനമായാലും അവിടേക്കാണ്. ഈ വിദേശ റെമിറ്റൻസേ ഇത് മാത്രമല്ല, അമേരിക്കയിൽ നിന്ന് വരുന്ന ഇവിടുന്ന് ജോലിക്ക് പോയവർ ഒക്കെ അതിനകത്തൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഇവിടെ അച്ഛനമ്മയും വയസ്സായ അച്ഛനമ്മമാർ നാട്ടിലാണ്, അതുകൊണ്ട് അവർക്ക് പണം അയക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിൽ ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മളിവിടുന്ന് ഒരുപാട് സാധനങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്നു. അതിലൂടെ വരുന്നത് ഇതിനൊക്കെ നമ്മളൊരു
എന്താ പറയുക മറുഭാഗം കാണണം. നാളെ ഇതെല്ലാം നിൽക്കാം. ഇപ്പൊ ഗൾഫിൽ നിന്ന് ഇപ്പൊ നിന്നല്ലോ. ഗൾഫിൽ ഇപ്പൊ H1B വിസ നിർത്തിയപ്പോൾ എന്തായിരുന്നു കോലാഹലം? അതെ, അതുപോലെ അവസാനം അവർക്ക് US അത് റിലാക്സ് ചെയ്യേണ്ടി വന്നു, അതിൽ അയവ് വരുത്തേണ്ടി വന്നു. അപ്പോൾ ഞാൻ പറയുന്നത് അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ഭാവിയിൽ നമ്മൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികളാണ്. അതിനെ രാജ്യം സമർത്ഥമായിട്ട് നേരിടുമെന്ന് തന്നെ നമുക്ക് കരുതാം. പക്ഷേ ഇപ്പോൾ നിലവിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ 3 ലക്ഷം കോടി രൂപ നോൺ ടാക്സ് റെസിപ്റ്റ് ആയിട്ട് ഡിവിഡൻഡ് റിസർവ് ബാങ്ക് സർക്കാരിന് കൈമാറുന്നു എന്ന് പറഞ്ഞാൽ അത് ചരിത്രത്തിലില്ലാത്തൊരു നേട്ടമാണ്. ആദ്യമായിട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ ഈ ഇപ്പോൾ ലോകം നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയെ ഭാരതം ഒറ്റക്കെട്ടായിട്ട് അതിജീവിക്കുന്നത്, അതിൽ സംശയമില്ല. ജനം ഓർക്കേണ്ടത് ഈ പണം, ഈ 3 ലക്ഷം കോടി രൂപ കേന്ദ്ര സർക്കാരിന് റിസർവ് ബാങ്ക് വഴി കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ മുദ്ര ലോൺ വഴിയും സംരംഭങ്ങൾക്കുള്ള സഹായം, അതിന്റെ നല്ലൊരു വീതം അങ്ങനെ തിരിച്ചു വരികയാണ്. ഈ എമൗണ്ട് തിരിച്ചു വന്ന് റോൾ ചെയ്ത് വീണ്ടും ഇതിൽ ഇരട്ടി പുതിയ സംരംഭങ്ങൾ തുടങ്ങുകയും നിർമ്മാണ മേഖലയിൽ ഉൽപാദന രംഗത്ത് ഒക്കെ മാറ്റങ്ങൾ വരികയും അതിൻ്റെ എല്ലാം തോത് വർദ്ധിക്കുകയും ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും ഈ പണം വീണ്ടും റോൾ ചെയ്ത് വീണ്ടും ലാഭമായി മാറി. ഇത് ചക്രമാണല്ലോ, കറങ്ങി നിൽക്കും. ഈ എൻ്റെ നികുതി പണം മന്ത്രിയുടെ വണ്ടി പെട്രോൾ ഡീസൽ അടിക്കുന്നു എന്ന് പറയുന്നത് അതുപോലെ എൻ്റെ പണം കറങ്ങി എൻ്റെ കയ്യിൽ വരുന്നു അല്ലേ? അതെ, അതൊരു ആത്മാഭിമാനത്തിൻ്റെ ഒരു, തീർച്ചയായിട്ടും അത് നമുക്ക് ഇതിൽ അഭിമാനിക്കാം. നമ്മുടെ രാജ്യം ഏത് വെല്ലുവിളിയും നേരിടാൻ തളരില്ല, പ്രാപ്തമാണ്, പര്യാപ്തമാണ്.